പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വൻ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് രേഖകൾ. തട്ടിപ്പിനു പുറമെ അടിമുടി ധൂർത്തും നടന്നതിന്റെ ഓഡിറ്റ് കണക്കുകളാണ് പുറത്തുവന്നത്. നടക്കാത്ത പരിപാടിക്ക് പണം കൊടുത്തെന്ന് ബില്ലിൽ പറയുമ്പോൾ നടത്തിയ പരിപാടിക്ക് കണക്കുമില്ല. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിലും അവ്യക്തതയുണ്ട്. ക്രമക്കേടിൽ പ്രതികരിക്കാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തയ്യാറായില്ല. സർക്കാരിനും ദേവസ്വം മന്ത്രി വി എൻ വാസവനുമെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുമെന്നാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്തത്. അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. ആഗോള സംഗമത്തിൻ്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പാണ്, കൊള്ളയാണ്, അഴിമതിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി എങ്ങനെയത് ഏൽപ്പിച്ചു? അതിന് മറുപടിയില്ലല്ലോ. ഇതിന് ഉത്തരവാദി വാസവനാണ്, ദേവസ്വം മന്ത്രിയാണ്. മന്ത്രിയുടെ പേരിൽ മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണക്ക് പരിശോധിച്ചോട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അയ്യപ്പ സംഗമത്തിൽ നടന്നത് എന്താണെന്ന് പരിശോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. അതിനെ പരിശോധിച്ചോട്ടെ, കണക്കെല്ലാവരും ശരിയായിക്കോളും. വേഗം കണക്ക് ശരിയാക്കിയില്ല, കണക്കെല്ലാം ശരിയായിക്കോളും. അത് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. എന്തൊക്കെയാണോ പോകേണ്ടത് അതൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം. ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചോളണം ആരായാലും. എന്താണുണ്ടായതെന്ന് തീർച്ചയായിട്ടും പരിശോധനയുണ്ടാകും. ദേവസ്വം ബോർഡ് അത് പരിശോധിക്കും. ദേവസ്വം ബോർഡ് അതിൻ്റെ പരിഹാരവും കണ്ടെത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ സർവം മായ എന്ന നിലപാടാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മാത്രമല്ല, കൃത്യമായ കണക്കില്ല, നടക്കാത്ത പരിപാടിക്ക് പണം നൽകി എന്ന നിലയിലുള്ള വലിയ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് കൂടി നടന്നിരിക്കുകയാണ്. ചിലർക്കൊന്നും പണം നൽകിയിട്ടില്ല. ഹോട്ടലുകൾക്ക് നൽകാനുള്ള തുകയെ സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. നിരവധി കാര്യങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉമേഷ്? ദിലീപ് കുമാർ, ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം 2025 നവംബർ 4-ാം തീയതി സ്പെഷ്യൽ കമ്മീഷണർക്ക്, ദേവസ്വം ബോർഡ് കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ്. ആ റിപ്പോർട്ടിൽ പറയുന്ന കണക്ക് പ്രകാരം ആകെ ചെലവെന്ന് പറയുന്നത് 4,99,00,000 രൂപയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ആകെ ചെലവെന്ന് പറയുന്നത് 10,99,00,000. അതായത് പ്രത്യക്ഷമായി തന്നെ 6 കോടി രൂപയുടെ കണക്കിലെ അവ്യക്തത അത് തുടരുകയാണ്. എന്തായാലും ഈ കണക്കിൽ, അതായത് സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച കണക്കിൽ ഏകദേശം 6,55,00,000 രൂപയുടെ പ്രപ്പോസൽ സമർപ്പിക്കുന്നു. അതിൽ അംഗീകരിച്ചത് 4,75,00,000 രൂപ. ഒപ്പം റൂം ബുക്ക് ചെയ്തതിന് GADക്ക് കൊടുത്തത് പ്രകാരം 24 ലക്ഷം രൂപ. അങ്ങനെയാണ് ഈ 4,99,00,000 രൂപയുടെ ആകെ ചെലവ് ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ കണക്കല്ല ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 6 കോടി രൂപയുടെ പ്രത്യക്ഷമായ കണക്കിൽ തന്നെ പ്രത്യക്ഷമായ അവ്യക്തത. അതെങ്ങനെ ഈ 6 കോടി രൂപ അധിക ചെലവ് വന്നു? അതായത് ഓഡിറ്റിലെ റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം 10,99,00,000 രൂപയാണ് ആകെ ചെലവ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇനി 4,35,00,000 രൂപ കൊടുത്തു തീർക്കാനുണ്ട്. ആ പണം എവിടെ നിന്ന് കിട്ടുമെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. എന്നാൽ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത് 3 കോടി രൂപ കൊടുത്തു തീർത്തു. ഇനി 2 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കും. ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്പോൺസർഷിപ്പിലൂടെ തന്നെ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്നാണ്. എന്നാൽ ആ കണക്കിലും അവ്യക്തതയുണ്ട്. എന്തായാലും ഓഡിറ്റ് റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായി പറയുന്നത് ഈ ആഗോള സംഗമത്തോട് ചേർന്ന് നടത്തിയ കലാ
കലാപരിപാടികളെ കുറിച്ച്, അതിലെ അവ്യക്തതകളെ കുറിച്ചുമാണ്. അതായത് കലാപരിപാടിയിൽ ഭജൻ നടത്തി എന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ എഴുതിയിരിക്കുന്നു, അതിന്റെ ബില്ലുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ആ ദിവസം നടന്നിട്ടില്ല. അതിന് പകരം നടത്തുന്നത് 2 ലക്ഷം രൂപ നൽകിയ മറ്റൊരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ബില്ല് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയം 2 പരിപാടി നടത്തിയെന്ന് കാണിച്ചിരിക്കുന്നു. അതേസമയം ബുക്കുകൾ, അതിഥികൾക്ക് വേണ്ടി റൂം ബുക്കുകൾ ചെയ്തതിൽ അവ്യക്തത തുടരുന്നുണ്ട്. അതിൽ 37 ലക്ഷം രൂപയ്ക്ക് GAD റൂം ബുക്ക് ചെയ്തു എന്ന് GADയുടെ കണക്കുകളിൽ പറയുന്നു. ദേവസ്വം കമ്മീഷണറുടെ കണക്കിൽ പറയുന്നത് 24 ലക്ഷം രൂപയ്ക്കാണ് ബുക്ക് ചെയ്തതെന്ന്. അതിലും ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും ഇതിലെല്ലാം വ്യക്തത വരുത്താനാണ് 17-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.